ഹലോ ഹായ് നമസ്കാരം. നമ്മളെല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ തിരുവനന്തപുരം ലോഡാക്കി ഇനിയിപ്പോൾ നമ്മൾ തൂത്തുക്കുടി പോവുകയാണ്. നമ്മൾ ഉപ്പ് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലുള്ള ആഘോഷമാണ് കേട്ടോ. അതൊക്കെ ആകെ സകല അമ്പലത്തിലും ആഘോഷം കാര്യങ്ങളൊക്കെ. അതിപ്പോൾ നമ്മൾ കിളിമാനൂരുള്ളത്. ഇവിടെയൊക്കെ ആഘോഷം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തെന്മല എത്തിയിട്ടുണ്ട്. തെങ്കാശി തമിഴ്നാട് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളെ ബോർഡർ നല്ല തിരക്കാണ്. റോഡ് തിരക്കുണ്ട്. ഇപ്പോൾ ആഘോഷം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയം തോന്നണം. ആകെ അലങ്കരിച്ച് ഒരു മരമാണിപ്പോൾ അത്. ആൽമര തോന്നുന്നുണ്ട്. ഫുള്ളായിട്ട് അലങ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് റൂട്ടിൽ വേറെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം കൂടി ഇല്ല. അത്രയും ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മളപ്പോൾ പുനലൂർ തെങ്കാശി റോട്ടിലാണുള്ളത്. നല്ല ബ്ലോക്കാണ്. കണ്ടമാനം വണ്ടികളുണ്ട്. കുറേ നേരെ ബ്ലോക്കായിട്ട്. ഇപ്പോൾ സമയം എന്തായി? 11 മണിയായി. 8:50 മണിക്ക് തുടങ്ങിയതാണ്. ആകെ ബ്ലോക്കാണ്. വലിയ വണ്ടികൾ കുറേ ഉണ്ട്. ട്രെയിലർ, കണ്ടെയ്നർ. അപ്പോൾ തെങ്കാശി എസ് ബെൻഡിലുള്ളത്. ഇവിടെ ഒരു വണ്ടി മറിഞ്ഞ കാരണത്താലാണ് ഇത്രയും ബ്ലോക്ക്. കണ്ടെയ്നർ മറിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. ആ വണ്ടി ഒരു വയസ്സ് വരും കേട്ടോ. ഇറങ്ങണ്ട. റെയിൽവേ മാൽപ്പാലാണ്. അതിൻ്റെ ചുവട്ടിൽ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അവിടെ ഉള്ളതാണ് കണ്ടെയ്നർ. വണ്ടിന് ചാടിയതാണ്. ആണ് കണ്ടെയ്നർ മറിഞ്ഞ് ട്രെയിന് വന്നുകാണ്ട് സൈഡാക്കി വെച്ചിക്കണ്. അതാണ് ഇപ്പോൾ ഇത്രയും നേരം ബ്ലോക്കായത്. അപ്പോൾ കണ്ടെയ്നറൊക്കെ ലോക്കില്ലാതെ വന്നിക്കണ് മറിയാൻ. അപ്പോൾ അതാണ് തെങ്കാശി ഹസ്ബൻഡ്. ബ്ലോക്ക് തന്നെ. ബ്ലോക്ക് തീരൂലേ? പയക്കൊല വണ്ടിയാണല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു കാറും. ആ എത്രങ്ങനെ വണ്ടികളാ. നമ്മൾ മേലെ കടന്ന മാതിരി ഇവരൊക്കെ താഴെ കിടക്കണ്ട്. ആകെ ബ്ലോക്കാണ്. ഹസ്ബൻഡ് അന്നും ഇന്നും ഇങ്ങനെ തന്നെ കേട്ടോ. പണ്ട് മുതലേ ഇങ്ങനെ തന്നെ. അന്ന് വണ്ടി തിരിയാത്തൊരു ബുദ്ധിമുട്ടേനു. ഇന്ന് സൗകര്യം വന്നു. ഒരു കാര്യമില്ല. ഈ കാറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തിരിക്കുന്നതാണ് ഈ അത്രയും ബ്ലോക്ക് കൂടുന്നത്. റോട്ടിൽ വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ ലേശം ശ്രമം വേണം. ഇല്ലെങ്ങനെ ഉണ്ടാവും. നല്ല ബ്ലോക്കൊക്കെ കിട്ടും.
ലോറിക്ക് ഒതുക്കുക നിൽക്കുന്നത്. ഈ കാറേര് കണ്ടില്ലേ, ഫുള്ള് നല്ല ബ്ലോക്കല്ലേ. ഈ ചെറിയ വണ്ടികൾ ഇങ്ങനെ വന്നിട്ടാണ് ഇതേ പ്രശ്നമായി. ആർക്കും ക്ഷമല്ല. അങ്ങോട്ടൊക്കെ പോണൊക്കെ ഇടുങ്ങിയ പോണ്. എത്ര കുറച്ച് സ്ഥലമുള്ളത്, കാടും പൊന്തിയൊക്കെ. നമ്മളൊക്കെ അടിച്ചിറങ്ങി പോകേണ്ടി വരും. അങ്ങനെ നല്ല കല്ലുണ്ട് അവിടെ. ഇവരൊക്കെ ഇങ്ങനെ ഡബിൾ ലൈന് കയറിയിട്ടാണ്. അപ്പം അങ്ങോട്ട് വണ്ടി പോകണ്ടേ. അത്യാവശ്യം നേരം വെളുക്കോളം ബ്ലോക്ക് ഉണ്ട്. വൺ സൈഡ് വണ്ടി പോകാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണത്. രണ്ട് ലൈനും 3 ലൈനും ഇവിടെ കണ്ടോ വെച്ച് എവിടെ വണ്ടി ഇറക്കണത്. ലേശം ഫ്രീ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ തൂത്തുക്കുടിയിലാണ് ഇപ്പോൾ ഉള്ളത്. തൂത്തുക്കുടി നമ്മൾ രാവിലെ ഒരു 4 മണിക്കാണ് എത്തിയത്. പുലർച്ചെ 4 മണിക്ക്. കാരണം ബ്ലോക്കൊക്കെ തീർന്ന് അവിടെ ഓടിയെത്താൻ സമയം ഒരുപാടായി. നല്ല ബ്ലോക്കായിരുന്നു ഇന്നലെ തെന്മല സർക്കിൾ. ഓഫീസിന് പോയി നോക്കട്ടെ, ലോഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ഓഫീസ്, 3 സ്റ്റാർ. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. ഉപ്പ് ലോഡാണ്, ഉപ്പ്. അത് കോഴിക്കോട്ടേക്കാണ് ആയിട്ടുള്ളത്. ഉപ്പിൻ്റെ വാടക കുറവാണ് കേട്ടോ. ഇവിടെ കാലാകാലം കുറവ് തന്നെയാണ്. വാടക കൂടുന്ന പരിപാടി ഇല്ല അവിടെ. നമുക്ക് എത്ര കാലം കഴിഞ്ഞത്. നമുക്ക് ടണ്ണിന് 1300 റുപ്യാണ് കോഴിക്കോട്ടേക്ക് വാടക പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കമ്പനിയിൽ പോയി നോക്കട്ടെ എവിടുന്ന കയറ്റാനുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ പോണ വഴിയിൽ നിർത്തിയതാണ്. ഉപ്പുപാടം കണ്ടപ്പോഴേ കാണാത്ത ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ ഉപ്പുപാടം കണ്ടപ്പോൾ നിർത്തിയതാണ്. എല്ലാ വീട്ടിലുണ്ടാവല്ലോ ഉപ്പില്ലാത്ത വീടില്ലല്ലോ. അപ്പോൾ ഇത് എവിടുന്ന എന്താ എങ്ങനെയെന്ന് അറിയണ്ടേ. ഇത് ഉപ്പുപാടാണ്. ഉപ്പുവെള്ളം പാടത്തിട്ട് വറ്റിക്കുകയാണ്. വെയിൽ കൊണ്ട് വറ്റിപ്പോവും. അപ്പോൾ കിട്ടും ഉപ്പ്. അതിൽ ശുദ്ധീകരിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ പാക്കറ്റാക്കി വരുന്നത്. ഇതൊക്കെ ഉപ്പിൻ്റെ കല്ലാണ് കേട്ടോ. അതൊക്കെ കല്ലുപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലേ. പൊടിയുപ്പ് വേറെ, കല്ലുപ്പ് വേറെ. ഇത് കല്ലുപ്പാണ്. പൊടിച്ചുകാണ്ട് പൊടിയപ്പവും കല്ലുപ്പുമായിട്ട് ഉപയോഗിക്കും. ഒക്കെ പാടാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ട് വെള്ളം വറ്റിക്കണം.
അപ്പോൾ നമ്മൾ കമ്പനിയിലെത്തിയിട്ടുണ്ട്. ഇതാടെ മുമ്പിൽ കാണുന്നതാണ് കമ്പനി. 2-3 വണ്ടി ഉണ്ട് അവിടെ. പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇവിടെയൊക്കെ ഉപ്പുപാടുണ്ട്. ഇതൊക്കെ ഉപ്പുപാടം തന്നെയാണ്. കമ്പനീൻ്റെ സ്വന്തം പാടാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇതാ അവിടെ ഉപ്പ് കൂട്ടി വെച്ചേക്കണം. JCB കമ്പനിയിലിട്ട് ശുദ്ധീകരിക്കുക, പാക്കറ്റാക്കുക. അവിടെ വണ്ടികൾ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം കണ്ട നല്ല തെളിഞ്ഞ വെള്ളം. ഈ വെയിൽ കൊണ്ട് ഇത് വറ്റുമ്പോൾ ഉപ്പായിട്ട് മാറും. നമ്മൾ ലോഡ് കയറ്റ എത്ര സമയമാവുന്നാവും. അതെല്ലാം നോക്കുക. ഉപ്പാണ് കേട്ടോ വരുന്നത് ലോറിയിൽ. കല്ലുപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുക. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ വിശേഷങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.